ഹലോ ഡി എസ് നീറ്റ് എക്സാമിൽ നമുക്കറിയാം ഇപ്പം കോമ്പറ്റീഷൻ ഭയങ്കര ഹൈ ആണ്, മാർക്ക് ഓരോ വർഷവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണം, അറ്റംപ്റ്റ് ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ അത്തരത്തിൽ നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് വേഗത വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ട്രിക്ക് അറിയണം. ചില ക്വസ്റ്റ്യനുകൾ വിത്തിൻ സെക്കൻഡ്സ് ഒരു ട്രിക്ക് യൂസ് ചെയ്ത് നമുക്ക് പലതും ചെയ്യാൻ പറ്റും. നീറ്റിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണത്. അല്ലാണ്ട് നിങ്ങൾ കൺസെപ്റ്റ് വെച്ച് ആ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോയാലേ ഒരുപാട് ടൈം വേസ്റ്റ് ആവും. അപ്പോൾ അത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് കൺസെപ്റ്റ് അറിയും വേണം, എന്നാലോ അതിൻ്റെ ട്രിക്കും കൂടി നിങ്ങൾ പഠിച്ചു വെക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അത്തരത്തിൽ ട്രിക്കുമായി ബന്ധപ്പെട്ട വീഡിയോകൾ, അത്തരത്തിൽ സ്ട്രാറ്റജീസ് ഒക്കെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ഷെയർ ചെയ്യും. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാം. അതുപോലെ തന്നെ ഇനി ട്രിക്കുള്ള ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ ട്വിസ്റ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അത്തരത്തിലുള്ള വീഡിയോകളായിരിക്കും ഇനി നമ്മൾ അങ്ങോട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, അതുപോലെ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 തവണ ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. അതായത് ഇത് ചെറിയ ഡ്രോപ്പുകൾ ചേർന്നിട്ട് വലിയ ഒരു ചാർജ് ഡ്രോപ്പായി മാറും. അപ്പോൾ അതിൻ്റെ പൊട്ടൻഷ്യൽ എന്താവുന്ന ചോദ്യം. അപ്പോൾ ഇവിടെ എത്ര ഡ്രോപ്പാന്ന് നോക്കാം. ഇവിടെ 27 ആണ് ആദ്യത്തേത്. അതിൻ്റെ ക്യൂബ് റൂട്ട് എടുക്കുക. 27ൻ്റെ ക്യൂബ് റൂട്ട് എന്താണ്? ഏത് സംഖ്യേനെ 3 വട്ടം ഗുണിച്ചാലാണ് 27 കിട്ടുക. അതായത് 3 ആണ്. എന്നിട്ട് അതിൻ്റെ സ്ക്വയർ എടുക്കുക. അപ്പോൾ 3ൻ്റെ സ്ക്വയർ എന്താണ്? 9 ആണ്. ആ 9 അവിടെ 1ൻ്റെ പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നോക്കൂ, 220 ആണ് ഓരോ ഡ്രോപ്പിൻ്റെയും പൊട്ടൻഷ്യൽ. ആ 220 ഇട്ട് പിടിക്കുക. അപ്പം നമുക്ക് 1980 വോൾട്ട് എന്ന് കിട്ടും. അപ്പോൾ സിമ്പിളായിട്ട് ഇവിടെ ആൻസർ കിട്ടി. ഇനി റിപ്പീറ്റ് ചെയ്ത് വന്ന 1999 അതുപോലെ തന്നെ 2021 നമ്മൾ ചെയ്തു. അപ്പോൾ ഇതിലെയാണ് 8 ഡ്രോപ്സ് ആണ്. 8 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്യൂബ് റൂട്ട് എടുക്കുക. 8ൻ്റെ ക്യൂബ് റൂട്ട് എന്താ? ഏത് സംഖ്യേനെ 3 വട്ടം കുറിച്ചാൽ 8. അപ്പോൾ 2 ആണെന്ന് നമുക്കറിയാം. അതിൻ്റെ സ്ക്വയർ എടുക്കുക, 4. അപ്പോൾ എന്നിട്ട് അതിന് ഇവിടെ ഒരു ഡ്രോപ്പിൻ്റെ പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ഇവിടെ കിട്ടും. ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്. എന്തായാലും ഇതുപോലുള്ള ട്രിക്കുകൾ, പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയുള്ള ട്രിക്കുകൾ മാക്സിമം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ നോക്കാം ഇനിയുള്ള ദിവസങ്ങളിൽ. അതുപോലെ തന്നെ അതിനകത്ത് ടെസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ നീറ്റിൻ്റെ സ്ട്രാറ്റജീസ് അവസാന സമയങ്ങളൊക്കെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ വീഡിയോകൾ ഉടനെ തന്നെ ചെയ്യാം. അപ്പോൾ എന്തായാലും നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ കൂടി നിങ്ങൾ ജോയിൻ ചെയ്യുക. ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.